എൻ്റെ സർഗാത്മകമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഗാനരചന എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സിനിമയായതുകൊണ്ട് കാണുന്നവർക്ക് അതാണ് പ്രധാനപ്പെട്ടത് എന്ന് തോന്നും. അതിന് പ്രാധാന്യം ഞാൻ കുറയ്ക്കുന്നില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ക്രിയേറ്റീവ് എനർജി ഗാനരചനയ്ക്ക് മാത്രമല്ല ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ആമുഖമായി പറയണം. IAS ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു ഉപജീവന മാർഗമാണ്. അത് നല്ല സമയത്തൊരു പരീക്ഷ എഴുതി കിട്ടി, IAS കിട്ടി, IAS കയറി. IASൽ വേറെ ഏതൊരു ജോലിയും പോലെ നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടായിരുന്നു, ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അതിൻ്റെ അർത്ഥം ജീവിതം മുഴുവൻ ഒരു വിരസനായിട്ടുള്ള ഉദ്യോഗസ്ഥനായി ജീവിച്ചോളണം എന്നുമില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള സർഗജീവിതം അതെൻ്റെ അവകാശമാണ്. അത് സമാന്തരമായി കൊണ്ടു നടക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒരു അനുഗ്രഹം. ആ തീരുമാനങ്ങൾ മറ്റൊന്നുമല്ല, എത്ര തിരക്കുണ്ടെങ്കിലും ആ ഔദ്യോഗികമായ തിരക്കിനോടൊപ്പം തന്നെ പരിപാലിക്കേണ്ടതാണ് എൻ്റെ സർഗാത്മക ജീവിതം. സാഹിത്യമായാലും സിനിമയായാലും മറ്റ് കലാപ്രവർത്തനങ്ങളായാലും ഒക്കെ തന്നെ അതൊരു സമാന്തര ജീവിതമായി തന്നെ കൊണ്ടു നടക്കണം എന്ന ഒരു നിർണയം, അത് എനിക്ക് വലിയൊരളവിൽ പാലിക്കാനായി എന്നുള്ളത് കൊണ്ടാണ് ഒരുപാട് തിരക്ക് പിടിച്ച ജോലികൾക്കിടയിലും എനിക്ക് കവിത എഴുതാനോ ലേഖനം എഴുതാനോ പരിഭാഷപ്പെടുത്താനോ സിനിമയ്ക്ക് പാട്ട് എഴുതാനോ ഒക്കെ സാധിക്കുന്നു. പിന്നെ സിനിമയിൽ വേണ്ടത്ര വ്യാപരിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ കവിത എഴുതുന്നത് പോലെയല്ല സിനിമയ്ക്ക് പാട്ട് എഴുതുക എന്നുള്ളത്. അത് കുറച്ചും കൂടി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് വേണം. പലപ്പോഴും സിനിമ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഡയറക്ടറോ ഒക്കെ പറയും മദ്രാസിൽ വരാൻ പറയും, അല്ലെങ്കിൽ കൊച്ചിയിൽ വരാൻ പറയും. നമുക്ക് ഉദ്യോഗത്തിലിരിക്കുന്ന സമയത്ത് അതിനൊന്നും സാധിക്കുന്ന സാഹചര്യമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പടങ്ങൾ വേണ്ട എന്ന് വയ്ക്കുക, അല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ പ്രയോറിറ്റി ഒരിക്കലും ഗാനരചയിതാവുക എന്നുള്ളതായിരുന്നില്ല. ഉദ്യോഗത്തിലിരിക്കുമ്പോൾ ഉദ്യോഗത്തിന് തന്നെയാണ് എൻ്റെ മുൻഗണന കൊടുത്തിരുന്നത്. ഉദ്യോഗത്തെ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യം കുറച്ചിട്ട് സിനിമാ രംഗത്ത് പ്രവർത്തിക്കണം എന്ന് ഞാൻ ഒരിക്കലും നിരൂപിച്ചില്ല, അങ്ങനെ കരുതിയിട്ടേ ഇല്ല. അത് കാരണം സിനിമകളുടെ എണ്ണം അധികം അവകാശപ്പെടാനില്ല. 125 പടങ്ങളാണ് ഞാൻ ഇതുവരെ എഴുതിയതെന്ന് എൻ്റെ ഓർമ്മ. 1986 മുതലാണെന്ന് ആലോചിച്ചോണം. സിനിമ മാത്രം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് പടങ്ങളും ഒരുപാട് പാട്ടുകളൊക്കെ എഴുതാൻ സാധിക്കുമായിരുന്നു. പിന്നെ 100 പടങ്ങൾക്ക് മേലെയാണ് എഴുതിയതെങ്കിൽ പോലും അതിനകത്ത് കുറേ പാട്ടുകളൊക്കെ പ്രശസ്തമായി. അതൊരു ഭാഗ്യം. പ്രശസ്തമാകാത്ത ഒരുപാട് പാട്ടുകളുണ്ട്. ഈ 100 പടത്തിലെല്ലാം കൂടി 450-500 പടങ്ങളിൽ ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്. 500 പാട്ടുകൾ എൻ്റേതായ സിനിമയിലുണ്ടാവാം. പക്ഷെ അത് എല്ലാം പ്രശസ്തമല്ല. ഒരു 10-50-60 പാട്ടുകളൊക്കെ എല്ലാവർക്കും അറിയപ്പെടുന്ന പാട്ടുകളാണ്. ഒരുപക്ഷെ ഒരുപാട് കാലം സിനിമയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരുപാട് പടങ്ങൾ ഉണ്ടാകുമായിരുന്നു. പക്ഷെ എനിക്കതിനകത്ത് പശ്ചാത്താപമില്ല. കാരണം ഞാൻ ഉദ്യോഗസ്ഥനായി പൂർണ്ണ മനസാക്ഷിയോടുകൂടി പ്രവർത്തിക്കുകയും അതിനകത്ത് വലിയ കുഴപ്പമില്ലാതെ ഇറങ്ങി വരികയും ചെയ്തു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. വയലാർ രാമവർമ്മ മരിക്കുന്ന ദിവസം 1975 ഒക്ടോബർ 27-ാം തീയതി തിരുവനന്തപുരത്ത് ടൗൺ ഹാളിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികമായ ശരീരം കിടത്തിയിരിക്കുന്നു. തിരുവനന്തപുരം തൊട്ട് ചേർത്തല വരെ ഉള്ള വിലാപയാത്രയിൽ അന്ന് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിലാപയാത്രയായി 1000-1000-കണക്കിന് ആളുകൾ കവിയെ ഒരു നോക്ക് കാണാൻ വന്ന രംഗം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം രാഷ്ട്രീയ നേതാവല്ല, ഇലക്ഷന് നിന്നിട്ടില്ല, മന്ത്രിയായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പക്ഷേ തൻ്റെ ഗാനങ്ങൾ കൊണ്ട് 47-ാം വയസ്സിൽ അദ്ദേഹം ചെറുപ്പത്തിൽ, 47-ാം വയസ്സെന്ന് പറയുന്നത് ചെറുപ്പമാണ്, 47-ാം വയസ്സിൽ അദ്ദേഹം ഭൂമി വിട്ടു പോകുമ്പോൾ ഒരുപാട് ഹൃദയങ്ങളെ കീഴടക്കിയതിൻ്റെ ഒരു വിജയിയായിട്ടാണ് അദ്ദേഹം പോകുന്നത്. മാത്രവുമല്ല, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ടാണ് ഭൂമിയെ സ്നേഹിച്ച് മതി വരാതെ ഒരു ഗന്ധർവനെ പോലെ അദ്ദേഹം ഈ ഭൂമി വിട്ടു പോകുന്നത്. അന്ന് ഞാൻ വിചാരിച്ചു, ഒരു ഗാനരചയിതാവായ കവിക്ക് ഇത്രയേറെ മനുഷ്യരുടെ ഹൃദയങ്ങളെ സ്പർശിക്കാൻ സാധിക്കുമെങ്കിൽ എനിക്കും എന്തെങ്കിലും ഒരു ഗാനരചയിതാവായി തീർന്നേ അടങ്ങൂ, ഞാനും എന്തെങ്കിലും ഒരു ഗാനരചയിതാവായി തീർന്നേ അടങ്ങൂ എന്ന് ഞാൻ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി തീരുമാനിച്ചത് അന്നാണ്. അന്ന് എനിക്ക് 23 വയസ്സാണ്. പിന്നീടാണ് ഞാൻ IAS എഴുതുന്നതും IAS കിട്ടുന്നതും. അങ്ങനെ മുമ്പോട്ട് പോയപ്പോഴാണ് എൻ്റെ ഈ പഴയ നിർണയം, IAS കിട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിലും
ഗാനരചന നടത്തി അടങ്ങൂ എന്നുള്ള എൻ്റെ ശാഠ്യം ഞാൻ 1985-86 ആകുമ്പോൾ പിന്നെ അത് പ്രാവർത്തികമാക്കുന്നത്. അത് ഈ കോഴിക്കോട് വെച്ചിട്ട് തന്നെയാണ്. അന്ന് ഗൃഹലക്ഷ്മി ഫിലിംസിൻ്റെ ഒരു പടം ഒഴിവുകാലം എന്നുള്ളൊരു സിനിമ എടുക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ പി വി ഗംഗാധരനോട്, PVജിയോട് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു, എനിക്ക് പാട്ട് എഴുതണം. അതിനെന്താ എഴുതാമല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. ഞാനതിന് മുമ്പ് പാട്ട് എഴുതിയിട്ടുണ്ടെന്നൊന്നും ഗംഗാധരൻ ചോദിച്ചില്ല. അങ്ങനെയാണ് ഒഴിവുകാലം എന്നുള്ള സിനിമയ്ക്ക് ആദ്യമായിട്ട് ഞാൻ ഒരു പ്രൊഫഷണലായിട്ട് പാട്ട് എഴുതാൻ പോകുന്നത്. അത് പത്മരാജനും ഭരതനും ആണ് അതിൻ്റെ പിന്നണിയിൽ, ജോൺസനാണ് മ്യൂസിക്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഞാൻ സർക്കാരിൻ്റെതൊക്കെ അനുവാദം വാങ്ങിച്ചു. കാരണം ഞങ്ങളുടെ ഈ സർവീസിൽ ചില വേണ്ടാത്ത നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സിനിമ ഒരു കമേഴ്ഷ്യൽ ആക്ടിവിറ്റിയാണ്, പാട്ടെഴുതുന്നത് ഒരു കമേഴ്ഷ്യൽ ആക്ടിവിറ്റിയാണ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സർക്കാരിൻ്റെ അനുവാദവും വാങ്ങിച്ചിട്ടാണ് ഞാൻ പാട്ട് എഴുതാൻ വരുന്നത്. അങ്ങനെയാണ് മദ്രാസിൽ പോയിട്ട് സായന്തരം നിഴൽ വീശിയില്ല, ശ്രാവണപ്പൂക്കൾ ഉറങ്ങിയില്ല എന്ന പാട്ട്, അതും ചൂളം കുത്തും കാറ്റ് എന്നൊരു പാട്ട് എഴുതും. പിന്നെ നീലക്കടമ്പ് എന്നൊരു സിനിമ വന്നു, കുടജാദ്രിയിൽ നിന്നുള്ള പാട്ട് പ്രസിദ്ധമായി. അങ്ങനെ കുറേ പടങ്ങൾ വന്നു, കുറേ എഴുതി, കുറേ വേണ്ടെന്ന് വെച്ചു. അങ്ങനെയാണ് എൻ്റെ ഗാനരചനയുടെ ജീവിതം മുമ്പോട്ട് പോയി. ഇന്ന് ഇവിടെ ഇരുന്ന് ഞാനൊരു പാട്ട് എഴുതാൻ ശ്രമിക്കുകയായിരുന്നു, തീർന്നില്ല. ഇപ്പോഴും എഴുതുന്നുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ പാട്ടുകളൊന്നും പ്രസിദ്ധമാവുന്നില്ല. എൻ്റെ കുഴപ്പമല്ല, പാട്ടിൻ്റെ ഒരു കൂടെ അന്തരീക്ഷം മാറിപ്പോയതുകൊണ്ടാണ്. എന്തുകൊണ്ട് വയലാറെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് നല്ല ഗാനരചയിതാക്കൾ ഉണ്ടെങ്കിലും അവരൊക്കെ പ്രഗത്ഭരായിട്ടുള്ള ഗാനരചയിതാക്കൾ നമുക്ക് ഒരുപാട് പേരുണ്ട്. ഭാസ്കരൻ മാഷായാലും ONV ആയാലും, ONV സാറ്, ശ്രീകുമാരൻ തമ്പി, യൂസഫ് അലി തുടങ്ങി ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ഗാനരചയിതാക്കൾ നമുക്കുണ്ട്. എന്നാൽ വയലാറിനെ പറ്റി പറയുമ്പോൾ അത് മറ്റൊരു തലത്തിലാണ് വയലാറിൻ്റെ നിൽപ്പ്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ പരിണിതപ്രജ്ഞനായ കവിയായി അറിയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ഗാനരചനയിൽ കാലുറയ്ക്കുന്നത്. 1961 മറ്റോ ഇറങ്ങിയ ഭാര്യ എന്ന സിനിമയ്ക്ക് ശേഷമാണ്, അതിനു മുമ്പും വയലാർ പാട്ട് എഴുതിയിട്ടുണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ അതിനുശേഷമാണ് വയലാറിൻ്റെ ഗാനരചന ജീവിതത്തിലെ വസന്തകാലം എന്ന് പറയാവുന്നത്. 61 മുതൽ 1975 വരെയുള്ള 14 വർഷം. എൻ്റെ അച്ഛൻ്റെ സിനിമ ജീവിതത്തിലെ നല്ല കാലം എന്ന് പറയുന്നതും 61 തൊട്ട് 62 മുതൽ 86 വരെയാണ് അച്ഛൻ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ വയലാറിനോടൊപ്പം വളരെ അടുത്ത് ഇടപഴകാനും വലിയൊരു സൗഹൃദം സ്ഥാപിക്കാനും അച്ഛന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നതും വായിക്കുന്നതും ഒക്കെ. അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയും, കഥകൾ പറയും. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചു, കവിതകൾ വായിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ശ്രദ്ധിക്കാനിടയായി. എൻ്റെ അച്ഛൻ്റെ സിനിമയിൽ തന്നെയുള്ള ഗാനങ്ങൾ ഞാൻ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഉദാഹരണത്തിന് കാട്ടുതുളസി എന്നുള്ള സിനിമയിലെ പാട്ട്, ഗംഗയാർ ഒഴുകുന്ന നാട്ടിൽ നിന്നൊരു ഗന്ധർവൻ ഈ വഴി വന്നു. അപ്പോൾ ആദ്യം ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നി, എന്തിനാണ് അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്, ഇവിടെ ഗംഗയാർ ഗന്ധർവനൊക്കെ എന്താണ് കാര്യം. പക്ഷെ പടം കാണുമ്പോഴാണ് കൽക്കട്ടയിൽ നിന്ന് വന്ന ഒരു കഥാനായകൻ്റെ കഥ. എന്നിട്ട് ആ പാട്ടിൽ തന്നെ കഥ മുഴുവനുണ്ട്. വന്ന വഴിക്കവൻ പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഈ പാട്ടുകളുടെ ഒരു രസതന്ത്രം എന്താണ് എന്ന് വയലാർ ഗാനങ്ങളിലൂടെ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പദാവലി, അദ്ദേഹത്തിൻ്റെ ചില കൽപ്പനകൾ, അദ്ദേഹത്തിൻ്റെ ഈ കാവ്യഭംഗി, ചില ആശയങ്ങളുടെ ഗരിമ, ഇതൊന്നും മറ്റ് ഗാനരചയിതാക്കൾക്ക് അവകാശപ്പെടാനില്ലാത്തത്ര ഒരു ധീരത ഗാനരചനയിൽ എന്നും കാത്തു സൂക്ഷിച്ച ആളാണ്. മറ്റൊന്ന്, എന്തുകൊണ്ട് വയലാർ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഗാനരചയിതാക്കളെല്ലാം ഒരുപാട് പഠിപ്പും അറിവും ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഇത്രയേറെ കാളിദാസനെയും നമ്മുടെ ആട്ടക്കഥകളെയും പുരാണങ്ങളെയും ഒക്കെ തന്നെ ഇത്ര സ്വാംശീകരിച്ച ഒരു കാവ്യ സംസ്കാരം വയലാറിനെ പോലെ മറ്റെങ്ങും ഞാൻ കണ്ടിട്ടില്ല. ഉദാഹരണത്തിന് കാളിദാസൻ്റെ കവിതകളെ പുരസ്കരിച്ച് അദ്ദേഹം എത്രയോ പാട്ടുകളിൽ അതിൻ്റെ ഒരു ആഴം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗന്ദര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ശകുന്തള എന്ന സിനിമയിലെ പാട്ടുകൾ തന്നെ, ശംഖുപുഷ്പം കണ്ടെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും, അതിനകത്ത് ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും, മാനത്തെ വനജോത്സ്ന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ട് നടക്കുമ്പോൾ നീലക്കാർ മുകിൽ വരിവണ്ട് മുരളുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും എന്നൊക്കെ പറയുന്ന വരികൾ നല്ല വരികൾ എന്നുള്ള നിലയ്ക്ക് ചിലർക്ക് കാണാൻ പറ്റും. പക്ഷെ അതിനകത്ത് കാളിദാസ കൽപ്പനകൾ എങ്ങനെയാണ്
ആ ശാകുന്തളം കഥ എങ്ങനെയാണ് ആ കൽപ്പനകളിലൂടെ ഒരു 3 മിനിറ്റ് ദൈർഘ്യമുള്ള പാട്ടിൽ സന്നിവേശിപ്പിക്കുന്നത് എന്ന രസതന്ത്രം ഒരുപക്ഷെ വയലാറിനെ പോലെ ഇത്രയും ഭംഗിയായി ഹൃദിസ്ഥമാക്കിയ മറ്റൊരു കവിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം മലയാള ഗാനങ്ങൾക്ക് ഒരു പുതിയ ഇന്ദ്രജാലം, ഒരു മാജിക് കൊണ്ടുവന്നു. അദ്ദേഹവും ദേവരാജനോടൊപ്പം ചേർന്നുള്ള പ്രവർത്തനം. ഗാനരചയിതാക്കളെ വേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ പാട്ട് എഴുതി കൊടുക്കും. അതായിരിക്കും എളുപ്പം. കാരണം ട്യൂണിട്ട് എഴുതാനൊക്കെ എളുപ്പം മെഷീനായിരിക്കും. ഇപ്പം എന്തെന്ന് വെച്ചാൽ സിനിമയിൽ സാഹിത്യം ആവശ്യമില്ല. വയലാർ രാമവർമ്മ ഇന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം തൊഴിൽ രഹിതനായിരിക്കുമായിരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വയലാറിൻ്റെ വാക്കുകൾ മനസ്സിലാക്കാൻ കഴിവുള്ള മലയാള സിനിമയല്ല ഇന്ന്. ഞാൻ തന്നെ ഒരു സിനിമയ്ക്ക് പാട്ട് എഴുതാൻ പോയിട്ട് ഒരു പ്രേമഗാനം എഴുതി. അപ്പോൾ പറഞ്ഞു, അല്ല സാർ, ഞങ്ങളുടെ കഥാനായകൻ പിന്നെ ചന്തയിൽ ജോലി ചെയ്യുന്ന ആളാണ്, അയാൾക്ക് ഇത് പറ്റില്ല. ശരി, കുറച്ചുകൂടെ ലളിതമായ പദങ്ങൾ ഉപയോഗിച്ചു. അപ്പോഴും പറ്റില്ല. അപ്പോൾ ഞാൻ പറയും, ഇനി ചന്തയിലുള്ള ആരെങ്കിലും കൊണ്ടുവന്ന് എഴുതിക്കുന്നതാണ്, എനിക്ക് ഇതിൽ കൂടുതൽ ലളിതമാക്കാൻ സാധ്യമല്ല. വന്നുടനെ പറയുന്നത് തന്നെ സാഹിത്യം വേണ്ട എന്നാണ്. അപ്പോൾ അങ്ങനെ സാഹിത്യം വേണ്ട എന്ന് പറയുമ്പോൾ അതിനർത്ഥം കാവ്യഗുണം വേണ്ട എന്നാണ്. കാവ്യഗുണം വേണ്ട എന്ന് പറഞ്ഞാൽ പ്രതിഭാശാലികളായ എഴുത്തുകാരെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഏറ്റവും നല്ലത് കൂലി എഴുത്തുകാരോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി AI ChatGPT വേണമെങ്കിൽ പാട്ട് എഴുതി കൊടുക്കും, ഒരു കുഴപ്പമില്ല. ചില പാട്ടുകളൊക്കെ കേട്ടു, നന്നായിട്ട് എഴുതും, തിരക്കിടുന്നില്ല. അതിൽ കൂടുതൽ വിലയില്ലല്ലോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, അത് കൃത്രിമമാണല്ലോ, ആർട്ടിഫിഷ്യൽ ആണല്ലോ, അല്ലാതെ ക്രിയേറ്റിവിറ്റി ഇല്ലല്ലോ. ഇറ്റ്സ് ഓൺലി ജനറേറ്റീവ് AI എന്നാണല്ലോ പറയുന്നത്. അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ട് ജനറേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള പാട്ടുകൾ ഇനി വരുമായിരിക്കാം. പ്രതിഭാശാലികളായിട്ടുള്ള എഴുത്തുകാരുടെ പ്രയോജനം ഇന്ന് സിനിമയ്ക്ക് ആവശ്യമില്ല. പക്ഷെ അത് മാറി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മലയാള സിനിമയ്ക്ക് പാടാനൊന്നും പാട്ടുകളില്ല. പടം വരുന്നു, ഒരാഴ്ച അതിൻ്റെ ഹൈപ്പ് FM റേഡിയോയിലും യൂട്യൂബിലും ഒക്കെ കുറച്ച് ഹൈപ്പ് ഉണ്ടാവും. അതൊക്കെ മാർക്കറ്റിംഗ് ഹൈപ്പാണ്, പെയ്ഡ് ഹൈപ്പാണ്, അതെല്ലാവർക്കും അറിയാം. ഒരാഴ്ച കഴിയുന്നു, ഈ പാട്ടിനെ പറ്റി പിന്നെ നമ്മൾ മറന്നേ പോകുന്നു. ആ ഒരാഴ്ച ഇൻഫ്ലുവൻസേഴ്സിന് പൈസ കൊടുത്തിട്ട് അവർ പറയുന്നു ഗംഭീര പാട്ടാണ് എന്നൊക്കെ പറയും. പക്ഷേ ഗംഭീര പാട്ടാണെന്ന് പറയേണ്ടത് കാലമാണ് പറയേണ്ടത്. ഇപ്പോഴും വയലാറിൻ്റെ ONV ഒക്കെ പാട്ടുകൾ നമ്മൾ പറയുന്നത്, ഭാസ്കര മാഷ പാട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? കാലത്തെ അതിജീവിച്ച പാട്ടുകളാണ്. അങ്ങനത്തെ കാലത്തെ അതിജീവിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോ കൂലി എഴുത്തുകാർക്കോ ഒന്നും സാധ്യമല്ല. അത് പ്രതിഭാശാലികൾക്കേ സാധിക്കുകയുള്ളൂ. പ്രതിഭാശാലികളായിട്ടുള്ള സംഗീത സംവിധായകർക്കേ സാധിക്കുകയുള്ളൂ. മെഷീൻ എയ്ഡഡ് മ്യൂസിക്കിനൊന്നും കാലത്തെ അതിജീവിക്കാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് ഹൈപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഹൈപ്പ് ആൻഡ് ക്രിയേറ്റിവിറ്റി ആർ 2 ഡിഫറെൻറ്റ് തിങ്സ്. ഹൈപ്പ് മേ ബി നെസസറി, പക്ഷേ ക്രിയേറ്റിവിറ്റി അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിരിക്കണം. ഇത്തിരി ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ കുറച്ച് ഹൈപ്പ് തിരക്കേടില്ല. പക്ഷേ ക്രിയേറ്റിവിറ്റി 0, ഹൈപ്പ് 100 എന്ന് പറഞ്ഞാൽ പരാജയം സുനിശ്ചിതമാണ്. കാലത്ത് അതിജീവിക്കില്ല. ഞാനതിനകത്ത് വിശ്വസിക്കുന്നുണ്ട്. കാലം മാറി വരുന്ന വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നല്ല പാട്ടുകൾ മലയാളത്തിലുണ്ടാകും. കാരണം മലയാളിക്ക് പാടാൻ പാട്ട് വേണം. ഇപ്പോഴും പഴയ പാട്ടുകളാണ് റിയാലിറ്റി ഷോയിലെല്ലാം കുട്ടികൾ പോലും പാടുന്നത്. എന്തുകൊണ്ട് 2010, 2015, 2020 ഇറങ്ങിയ പാട്ടുകളാരും പാടുന്നില്ലെന്ന് ചോദിച്ചാൽ പാട്ടുകളില്ല. പാട്ടുകളുണ്ടെങ്കിൽ തന്നെ അതിൽ വരികളില്ല. വരികൾ ഓർമ്മിക്കാനായിട്ടുള്ള ആശയങ്ങളില്ല. ആശയങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ബാലിശമായിട്ടുള്ള ആശയങ്ങളാണ് ഈ ട്യൂണിനൊപ്പിച്ച് നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഈ പാട്ടിലെപ്പോഴും ആശയങ്ങളുടെ ഒരു ഗാംഭീര്യം ഉണ്ടെങ്കിലല്ലേ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറും. ആശയങ്ങളുടെ ഗാംഭീര്യമില്ലെങ്കിൽ ശബ്ദത്തിൻ്റെ ബഹളം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഗാനരചനാ രംഗം അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനും എഴുതുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ട്യൂണിട്ടൊരു പാട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ അതിന് വരി എഴുതണം. ഒരിക്കലും നന്നാവില്ല. നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എഴുതിയും കൊടുക്കും. അതല്ലാതെ ആ സന്ദർഭത്തിൻ്റെ സത്ത ആവാഹിച്ച് ഒരു നല്ല ഇമേജിലത് ആവാഹിച്ചെടുത്ത് കൊടുക്കാൻ ഈ സമ്പ്രദായം നമ്മളെ അനുവദിക്കുന്നില്ല. അഥവാ സമ്പ്രദായം നമ്മളോട് പറയുന്നത്, നിന്റെ പ്രതിഭ വേണ്ട, ഞങ്ങളുടെ ട്യൂണിനൊപ്പിച്ച് 4-5 വാക്കുകൾ തിരികെ തന്നാൽ മതി. യു ആർ എ വേർഡ് സ്മിത്ത്, നോട്ട് എ പോയറ്റ്. വി വോണ്ട് വേർഡ് സ്മിത്ത്സ്, നോട്ട് പോയറ്റ്സ്. അങ്ങനെ വരുമ്പോൾ therefore we will go to the machine, not to the poets. അങ്ങനെ മെഷീനിൽ പോകട്ടെ, ChatGPT പാട്ട് എഴുതട്ടെ, അതുകൊണ്ട് ആളുകൾ മടുക്കട്ടെ, എന്നിട്ട് നല്ല കവികളെ കൊണ്ട് എഴുതിക്കൂ എന്ന് ഇവിടുത്തെ ജനങ്ങൾ പറയട്ടെ. പാട്ടുകളിൽ CD ആയിട്ട് ഇറങ്ങുന്നില്ല. യൂട്യൂബിലിട്ടാൽ പാട്ട് സൂപ്പർ ഹിറ്റായ വല്ലതും കിട്ടും. പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ടിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് അയാൾക്ക് തിരിച്ചു കിട്ടില്ല. അത് വേസ്റ്റ് ആണെന്നാണ് അയാൾ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
അതിനുവേണ്ടി എത്രത്തോളം കുറച്ച് കാശ് മുടക്കാമോ അതേ മുടക്കും. നല്ല പാട്ടുകൾ വേണമെന്ന് അയാൾക്ക് ആഗ്രഹമില്ല, കാരണം നല്ല പാട്ടുണ്ടായിട്ട് സോ പാട്ട്. എനിക്കതുകൊണ്ട് എന്താ സാമ്പത്തിക മേന്മ? പണ്ടതല്ല, നല്ല പാട്ടുകൾ 5 പാട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ CD റൈറ്റ്സ് പോകും, അയാൾക്ക് നല്ലൊരു തുക ആദ്യമേ കിട്ടും. പക്ഷെ അത് ശരിയല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഈ പെർഫോമിംഗ് റൈറ്റ്സ് ഒക്കെ പെർഫോമിംഗ് റൈറ്റ്സിന് നിയമമൊക്കെ വന്നിട്ട് ഈ FM റേഡിയോകളും യൂട്യൂബുകളും മറ്റ് ചാനലുകളും ഒക്കെ തന്നെ അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പാട്ടിൻ്റെ ഒരു തുക ഇപ്പോഴും നമുക്കെല്ലാം കിട്ടുന്നുണ്ട്, ചെറിയ തുകയാണെങ്കിലും. അപ്പോൾ പാട്ട് സൂപ്പർ ഹിറ്റായി ഇപ്പോഴും നമുക്ക് പ്രയോജനം ഉണ്ടാകും. അതങ്ങനെ വരുന്നില്ല. ഇപ്പോൾ പാട്ടിന് സാമ്പത്തിക മൂല്യം ഇല്ലാത്തത് കൊണ്ട് പാട്ട് ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ എല്ലാവരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്. ആ കഥാസന്ദർഭത്തിന് അതിൽ കൂടുതൽ യോജിച്ചൊരു പാട്ടില്ല. അതിനകത്ത് ആർക്കെങ്കിലും മനസ്സിലാവാത്തല്ലോ, എല്ലാവരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കുയിലിൻ്റെ കൂടാണ് കണ്ടത്. എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാരതരളിത ഗാത്രികൾ, വിവാഹപൂർവ്വ രാത്രി, എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് സങ്കീർണമായിട്ട് എഴുതണമെന്ന് ആരും പറയുന്നില്ല. കാലഘട്ടം ആവശ്യപ്പെടുന്ന ഡിക്ഷണറി കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ സംസ്കൃതത്തിലെ ഡിക്ഷണറി ഇപ്പോൾ ഉപയോഗിച്ച് ആർക്കെങ്കിലും മനസ്സിലാവും. കാരണം മലയാളം തന്നെ നേരെ എഴുതാൻ വയ്യാത്ത തലമുറയാണ്. കേരളത്തിൽ എഴുതിയാൽ കോരളം എഴുതി പോകുന്ന പിന്നെ നിലവാരമാണ് പലയിടത്തും. അപ്പോൾ ആ കുട്ടികൾക്ക് സംസ്കൃതബദ്ധമായിട്ടുള്ള പദങ്ങളൊന്നും മനസ്സിലായെന്ന് വരില്ല. അതുകൊണ്ട് സിംപ്ലിസിറ്റി ഈസ് നോട്ട് അഗൈൻസ്റ്റ് ക്രിയേറ്റിവിറ്റി. സിംപ്ലിസിറ്റി ക്രിയേറ്റിവിറ്റിക്ക് എതിരല്ല. സങ്കീർണത വേണമെന്നും പറയുന്നില്ല. പക്ഷെ കാവ്യഭാവനയും ആ സന്ദർഭം ആവശ്യപ്പെടുന്ന പദാവലിയും വേണം. പദാവലിയിൽ കൃത്രിമമായിട്ട് അതിനെ താഴ്ത്തി വായ്ത്താരിയേ പാടുള്ളൂ എന്ന് പറയാൻ പാടില്ലെന്നേ പറയും. സംഭാഷണ ശൈലി വരുന്നതിൽ തെറ്റില്ല, പക്ഷേ പദാവലിയിൽ സാഹിത്യ ഭംഗി വരാൻ പാടില്ല എന്ന് ശഠിക്കാൻ പാടില്ല. സന്ദർഭം ആവശ്യപ്പെടുന്ന പദാവലി കൊടുക്കാൻ ഒരു എഴുത്തുകാരൻ ബാധ്യസ്ഥനാണ്. അതാണ് വിഷയം. ഭാഷയാണ് നമ്മുടെ ആയുധം, ഉപകരണം. അപ്പോൾ ഭാഷയുടെ ഒരു വിശുദ്ധി നിലനിർത്താൻ നമുക്ക് ബാധ്യതയുണ്ട്. സിനിമ ആവശ്യപ്പെടുന്ന ഒരുപാട് കലരലുകൾ അല്ലെങ്കിൽ കലർപ്പുകൾ ഉണ്ടായേക്കാം. അത് സിനിമയ്ക്ക് നല്ലതായിരിക്കാം. പക്ഷേ അക്ഷരവുമായി ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെയെല്ലാം സാധ്യമാണോ അവിടെയെല്ലാം ഭാഷയുടെ ശുദ്ധി നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ബദൽ ആർഗ്യുമെൻ്റ് വരാം, ബദൽ ചോദ്യം വരാം. ഭാഷ എപ്പോഴെങ്കിലും ശുദ്ധമാണോ? നമ്മുടെ ഭാഷ തന്നെ ശുദ്ധമാണോ? ഭാഷ കലർന്നുകൊണ്ടേയിരിക്കുകയല്ലേ, കലർപ്പിലൂടെയല്ലേ ഭാഷ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഇന്ന് മലയാളത്തിൽ ഉപയോഗിക്കുന്ന എത്രയോ വാക്കുകൾ പോർച്ചുഗീസിൽ നിന്നും ഹിന്ദിയിൽ നിന്നും ഉറുദുവിൽ നിന്നും പിന്നെ തമിഴിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്ന് പോലും ഒക്കെ വന്നിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഗാനത്തിൽ ഏതിന് സ്ഥാനം കൊടുക്കാൻ പാടില്ല എന്ന് നിർണ്ണയിക്കാനുള്ള ഒരു വകതിരിവ് ഗാനരചയിതാക്കൾക്കുണ്ടായില്ല എങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കലരലുകൾക്കൊക്കെ നമ്മൾ കൂട്ടുനിൽക്കുന്നത് പോലെ ആയിരിക്കും. സ്വാഭാവികമായി ഭാഷയിൽ കലർപ്പുണ്ടായേ പറ്റൂ. വ്യാവഹാരിക ഭാഷയിൽ കലർപ്പുണ്ടാവും. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഓരോ സാധനങ്ങൾക്കൊന്നും മലയാളത്തിൽ വാക്കില്ല. റിംഗ് ടോണിനും സിമ്മിനും ഒന്നും വാക്കില്ലല്ലോ. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മലയാളമാവും. അതൊക്കെ ഭാഷ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിൻ്റേതായിട്ടുള്ള പേസിൽ ഭാഷ ചില കാര്യങ്ങൾ സ്വാംശീകരിക്കും. നമ്മൾ കൃത്രിമമായിട്ട് സിനിമയുടെ ഒരു അർജൻസിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കൃത്രിമത്വം ഭാഷയിൽ കാണിക്കരുത്. അവിടെ ഒരു വിശുദ്ധി നിലനിർത്തണം എന്നാണ്. അതെന്ന് വെച്ചാൽ സംസ്കൃത വാക്ക് ഉപയോഗിക്കാവുള്ളൂ ഞാൻ പറയുന്നത്. ഏറ്റവും സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിക്കും. പക്ഷെ നമ്മളായിട്ട് അതിനകത്തൊരു കലർപ്പ് കൊണ്ടുവരാതിരിക്കാനെങ്കിലും എഴുത്തുകാർ ശ്രദ്ധിക്കണം. പിന്നെ എഴുത്തുകാരനെ വേണ്ട, എന്തെങ്കിലും എഴുതുന്നാൽ മതി എന്നുള്ള സ്ഥലത്ത് നിന്ന് എന്നാൽ നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് എഴുതിച്ചോ എന്ന് പറയാനുള്ള ആർജവം കൂടി നമുക്ക് കാണിക്കാൻ സാധിക്കണം. കാരണം നമ്മുടെ ഈ പറഞ്ഞ പോലെ ഉപകരണം നമ്മുടെ ഭാഷയാണ്. ഈ ഭാഷയ്ക്കൊരു ആത്മാവുണ്ട്. ആത്മാവിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യരുതെന്നാണ് എനിക്ക്